ഹായ് കൂട്ടുകാർ, എല്ലാവർക്കും മലയാളത്തിൻ്റെ OTT മൂവി അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് കാര്യമായിട്ട് പറയാൻ പോകുന്ന കുറച്ച് അതായത് ആൾക്കാർ പ്രതീക്ഷിച്ച് നിൽക്കുന്ന കുറച്ച് സിനിമകളെ പറ്റിയിട്ട് ഇറങ്ങിയ അപ്ഡേറ്റ്സ് അതിനെ പറ്റിയിട്ട് ഞാൻ പറയാം. അപ്പോൾ ഒന്നാമതായിട്ട് നമ്മളെ ഭാവനയിലോ അഭിനയിച്ചുകൊണ്ടിരുന്ന കുറേ ആൾക്കാരായിട്ട് കട്ട വെയിറ്റിംഗ് ആണെന്ന് പ്രതീക്ഷിക്കുന്ന ഒരു സിനിമയാണ് ഹണ്ട് എന്ന് പറഞ്ഞ സിനിമ. ആ സിനിമ ചില ടൈം ക്രിസ്മസിന് ഒരു സർപ്രൈസ് ആയിട്ട് ഏതിൻ്റെ അകത്താണ് ആമസോൺ പ്രൈം മൂവിയിലെ OTT റിലീസുണ്ട്, സാധ്യതയുണ്ട്. അത് അഭിനയിച്ചിരിക്കുന്നത് ഭാവന, ഒരു ഹൊറർ ത്രില്ലർ മൂവിയാണ്. അനു മോഹൻ പിന്നെ അങ്ങനെ ചില നല്ല നല്ല കഥാപാത്രങ്ങൾ ചെയ്തിട്ടുള്ള കുറച്ച് ആൾക്കാരുണ്ട്. മെയിനായിട്ട് ഇതിൻ്റെ അകത്ത് ഒരു ആദിൽ, ഭാവന, അനുമോഹൻ, അങ്ങനെ പിന്നെ ഒരു കോളേജ് സ്റ്റോറിയും ബേസ് ചെയ്തിട്ടുള്ള ഒരു ഹൊററാണ് നടക്കുന്നത്. അപ്പോൾ അതിൻ്റെ കുറേ ആൾക്കാർ OTT ഈ സിനിമക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നുണ്ട്. തിയേറ്റർ വൈസ് വിജയിച്ച ഒരു സിനിമയാണ്. അപ്പോൾ തിയേറ്റർ വൈസ് വിജയിച്ച സിനിമ എന്തായാലും OTTയിൽ ആൾക്കാർ പ്രതീക്ഷിച്ച് നിൽക്കുമല്ലോ. അപ്പോൾ കുറേ ആൾക്കാർ OTT ഒക്കെ ആയിട്ട് കാത്തിക്കുന്ന ആൾക്കാരുണ്ടാവും. ഓക്കെ, ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ അങ്ങനെയാണ്. അപ്പോൾ ഹണ്ട് എന്ന് പറഞ്ഞ ഭാവനയുടെ സിനിമ ചിലപ്പോൾ OTT ജനുവരി 25 ക്രിസ്മസ് ഡേക്ക് ആമസോൺ പ്രൈമിന് റിലീസാവാൻ സാധ്യത ഉണ്ട്. പിന്നെ വരുന്നത് മാരിവില്ലൻ ഗോപുരങ്ങൾ എന്ന് പറഞ്ഞ ഒരു ഫിലിമാണ്. മാരിവില്ലൻ ഗോപുരങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇന്ദ്രജിത്ത്, ആസിഫ് അലി അങ്ങനെ പറയുന്ന കേന്ദ്ര കഥാപാത്രങ്ങളായി അവതരിപ്പിച്ച വിൻസി, പിന്നെ നമ്മളെ സലീം കുമാർ, ഏകദേശം ഒരു ലവ് ഫാമിലി ഒരു മൂവിയാണത്. അത് ഫാമിലി ബേസ് ചെയ്തിട്ടുള്ള ഒരു ലവ് മൂവിയാണത്. അത് ഏകദേശം തിയേറ്ററിലെല്ലാം അത്യാവശ്യം ആവറേജ് റെസ്പോൺസ് കിട്ടിയ ഒരു പടമാണ്. തിയേറ്ററിൽ ആവറേജ് റെസ്പോൺസ് കിട്ടിയ മാരിവില്ലൻ ഗോപുരങ്ങൾ എന്ന് പറഞ്ഞ പടമാണ്. അപ്പോൾ അതിൻ്റെ OTT അവകാശം കിട്ടിയിരിക്കുന്നത് ഹോട്ട്സ്റ്റാറിൽ നിന്നാണ്. അത് റിലീസ് ചെയ്യുന്നത് എന്തായാലും ഡിസംബറിലില്ല എന്നാണ്, ജനുവരിയിലുണ്ടാവും. ജനുവരിയിൽ ചിലപ്പോൾ ഫസ്റ്റ് വീക്കിൽ ചിലപ്പോൾ ഉണ്ടാകാൻ സാധ്യത ഉണ്ട്. മാരിവില്ലൻ ഗോപുരങ്ങൾ, ഇന്ദ്രജിത്ത്, ആസിഫ് അലി, വിൻസി, പിന്നെ നമ്മളെ സലീം കുമാർ, ഇങ്ങനെയുള്ള ഒരു ഫാമിലി ഓറിയൻറ്റഡ് പടമാണ്. മോശമില്ലാത്തൊരു പടമാണ്. അത് സീരിയസ് ആയിട്ട് നല്ലൊരു കണ്ടിരിക്കാൻ പറ്റിയൊരു പടം തന്നെയാണ്. അതിപ്പോൾ ഹണ്ടായാലും ഹണ്ട് വേറെ ഒരു ലെവലുള്ള ഇപ്പോൾ ഒരു ഹൊറർ കുറച്ചായില്ലേ ഇറങ്ങിയിട്ടൊക്കെ. ഇപ്പം നമ്മളെ പണ്ടത്തെ ആകാശക്കങ്ക അതെല്ലാം ആ ബേസ് വെച്ചിട്ടൊന്നും പോകാൻ നിൽക്കണ്ട. ഹണ്ട് ഇതിപ്പോൾ ഈ കാലഘട്ടത്തിൽ ഒരു ഹൊറർ കോളേജ് ബേസ് ചെയ്തിട്ടുള്ള ഒരു ഹണ്ട്. പിന്നെ മാരിവില്ലൻ ഗോപുരങ്ങൾ ഒരു ഫാമിലി ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു പടം. പിന്നെ അടുത്ത് വരാൻ പോകുന്ന കപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സിനിമ നമ്മളെ ഇപ്പോഴത്തെ യൂത്തിൽ വെച്ചിട്ട് നമ്മളെ മാത്യു തോമസ്, ബേസിൽ, പിന്നെ നമിത പ്രമോദ്, പിന്നെ അത് ഏകദേശം ഒരു സ്പോർട്സ് മൂവിയാണ്. തിയേറ്ററിൽ അത്ര വലിയ തിയേറ്റർ റെസ്പോൺസ് ഒന്നും അത്ര വലിയ നല്ലതൊന്നുമല്ല. ഒരു ആവറേജ് പടം എന്ന് പറയാം, വലിയ ആവറേജ് ഒന്നും വേണ്ടിക്ക് പറയാം. സ്പോർട്സ് ബേസ്ഡ് സിനിമയാണ്, ബാഡ്മിൻ്റൻ്റെ. അപ്പോൾ അങ്ങനെയുള്ളൊരു പദം. അപ്പോൾ അതും OTTയിൽ സൈനപ്ലേക്കാണ് കിട്ടിയിട്ടുള്ളത്. അതും ജനുവരി ഫസ്റ്റ് വീക്കിൽ ഇറങ്ങാൻ സാധ്യത ഉണ്ട്. അതായത് കപ്പ് എന്ന് പറഞ്ഞ ബേസിലൊക്കെ അത്യാവശ്യം കേന്ദ്ര കഥാപാത്രമായിട്ട് അവതരിപ്പിച്ച സിനിമ അത് ജനുവരി ഫസ്റ്റ് വീക്കിൽ ഇറങ്ങാൻ, OTTയിൽ ഇറങ്ങാൻ സൈനപ്ലേക്ക് തന്നെയാണ് കിട്ടിയിട്ടുള്ളത്. അത് ഇറങ്ങാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഈ 3 ചിത്രങ്ങളാണ് ഉള്ളത്. ഈ 3 ചിത്രങ്ങളാണ് കാര്യമായിട്ടുള്ളത് അപ്ഡേറ്റ്സ്. ഇന്ന് എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാൻ വേണ്ടിയിട്ടുള്ള ഒരു അപ്ഡേറ്റ്സ്. അപ്പോൾ ക്രിസ്മസിനുള്ളത് ഹണ്ടാണ്. അത് ഒരു സർപ്രൈസ് ആയിട്ട് ചിലപ്പോൾ ഇറക്കാൻ സാധ്യത ഉണ്ട്. ആമസോൺ പ്രൈമിനാണ് ഹണ്ട് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഈ മൂന്ന് സിനിമകളാണ് ഇന്നത്തെ. പിന്നെ ഇന്ന് ഡിസംബർ 20, ഇന്ന് മാർക്കോ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇപ്പം ഞാൻ രാവിലെ തന്നെ വീഡിയോ ഇടുന്നുണ്ട്, അതിൻ്റെ എന്താണെന്നൊന്നും അറിയില്ല. അപ്പോൾ അതിൻ്റെ ഒരു റിവ്യൂ ഞാനത് നാളെ